നമസ്കാരം. കെട്ടടങ്ങാതെ പാനൂർ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാനൂർ ബോംബ് സ്ഫോടനം വലിയ ആഘാതമാണ് CPM ശക്തി കേന്ദ്രങ്ങളിൽ അടക്കമുണ്ടാക്കുന്നത്. തലയിൽ ഇടുത്തിയെന്നോണം സർക്കാരിന് വീണതാണ് പാനൂർ സംഭവം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിന് പാനൂർ സ്ഫോടനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയത് വലിയ പൊട്ടിത്തെറികളാണ്. സഖാക്കൾ തന്നെ സഖാക്കളെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു. സംഭവത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പ്രതികൾ CPM പ്രവർത്തകർ അല്ലെന്ന് വരെ പറഞ്ഞു. പക്ഷേ മുഖ്യ ആസൂത്രകൻ DYFI നേതാവാണെന്ന് തെളിഞ്ഞു. മരിച്ച ഷെറിലിന്റെ വീട്ടിൽ പാർട്ടി സഖാക്കൾ നേരിട്ടെത്തി, അതും പലതവണ. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പാർട്ടി ചെയ്തു കൊടുത്തതോടെ സംഭവം കയ്യിൽ നിന്ന് പോയി. ഇപ്പോഴിതാ പുതിയ ആരോപണവും കൂടി സംഭവത്തിന്റെ ചുരുളുകൾ അഴിക്കുകയാണ്. പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് വീണ വിജയൻ അറസ്റ്റിലായാൽ പൊട്ടിക്കാൻ വേണ്ടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാനൂരിൽ ബോംബ് നിർമ്മാണം CPM നേതൃത്വത്തിന്റെ അറിവോടെ. കേസുകളിൽ കുടുങ്ങിയ CPM നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപമുണ്ടാക്കാനായി നിർമ്മിച്ചതാണ് ബോംബുകൾ. മുൻ മന്ത്രിമാരായ തോമസ് ഐസക്, AC മൊയ്തീൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എന്നിവരൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിന്റെ വക്കിലാണിപ്പോൾ. അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ CPM തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണം. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകർ മരിച്ചിരുന്നു. കേസിലെ മുഴുവൻ പ്രതികളും ഇതിനോടെ പിടിയിലായിട്ടുണ്ട്. സ്ഫോടനം നടന്ന ഉടനെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജോൽ, K. അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഷിജാലിനെ കണ്ടെത്താൻ 3 ദിവസമായി പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ ഉദുമൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് ബോർഡറിൽ വെച്ചാണ് പിടികൂടിയത്. മരിച്ച ഷിറിൽ ഉൾപ്പെടെ 12 പേരാണ് കേസിൽ ഉൾപ്പെട്ടത്. DYFI മീത്തിലെ കുന്നോത്തുപറമ്പത്ത് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, CPM പ്രവർത്തകൻ മിഥുൻ എന്നിവരുൾപ്പെടെ 6 പേരെ നേരത്തെ തന്നെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത്, വിനോദ്, വിനീഷ് എന്നിവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട്. പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് CPM നേതൃത്വത്തിൽ തന്നെ അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോഴുള്ളത്. വടകരയിൽ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങളേറെയും വിരൽ ചൂണ്ടുന്നത് P. ജയരാജനിലേക്ക് തന്നെയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസും CPMന്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനം. ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച് ശൈലജ തന്നെ രംഗത്ത് വന്നു. പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ലെന്നും അവർ പറഞ്ഞു. ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയമാണ് ശൈലജ പറഞ്ഞത്. സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജയ്ക്കെതിരായ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾക്ക് തുറന്ന മറുപടിയുമായാണ് ശൈലജ രംഗത്ത് വന്നത്. സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിന്റെ വീട്ടിൽ CPM നേതാക്കൾ സന്ദർശനം നടത്തിയതും വലിയ ചർച്ചയായി മാറിയിരുന്നു. വടകരയിൽ വിഷയം ശൈലജയ്ക്കെതിരായി ഉപയോഗിക്കാനാണ് UDFന്റെയും നീക്കം.